വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവില്ലേ ഇതെന്താ ഞങ്ങൾ പിന്നെയും നാട്ടിലെത്തിയോന്ന്. നാട്ടിലെത്തിയിട്ടൊന്നും ഇല്ല കേട്ടോ, ഞങ്ങൾ ബഹ്റിനിൽ തന്നെയുള്ളത്. എനിക്ക് എൻ്റെ വീടും പിന്നെ വീട്ടുകാരെയൊക്കെ ഒന്ന് കാണണമെന്ന് ഒന്ന് തോന്നി. അപ്പോഴാണ് ഓർത്തത് ഇങ്ങനൊരു വീഡിയോ എൻ്റെ ഗാലറിയിൽ കിടക്കുന്ന കാര്യം. ഏതായാലും എടുത്തതല്ലേ, അപ്പം പിന്നെ എഡിറ്റ് ചെയ്ത് അങ്ങോട്ട് ഇടാമെന്ന് വിചാരിച്ചു. ഇത് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് സത്യം പറയാലോ, ഞാൻ വിചാരിച്ചു ഞാൻ എൻ്റെ വീട്ടിൽ തന്നെയാണെന്ന്. നമുക്ക് ആ ഒരു ഫീല് ശരിക്കും കിട്ടുന്നുണ്ട്. ഇങ്ങനെയൊക്കെയല്ലേ ഇനിയിപ്പോൾ പറ്റുള്ളൂ. അപ്പോൾ ഇതാ രാവിലെ തന്നെ ഞാൻ എണീറ്റു. അപ്പോൾ തന്നെ കൃഷി ഇതാ കിച്ചണിൽ നിന്ന് അമ്മ എന്തോ പുട്ടുപൊടി എങ്ങാനും ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതെടുത്തിട്ട് വന്നിട്ടുള്ള കളിയാണ് കേട്ടോ. പിന്നെ ഇതാണ് നമ്മുടെ വീട്. അപ്പോൾ കൃഷി ഇത് അവിടെ നിന്ന് കളിക്കുന്നുണ്ട്. അമ്മ എന്തോ പണിയിലാണ് അവിടെ. ചുമ്മാ ഞാനൊരു രസത്തിന് എനിക്ക് പിന്നെ എടുത്ത് നോക്കുമ്പം കാണാമല്ലോ, അതിന് വേണ്ടിയിട്ട് എടുത്ത് വെച്ച വീഡിയോസാണ് കേട്ടോ ഇതൊക്കെ. അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടെ കുറച്ച് മുറ്റത്തൂടെയൊക്കെ നടന്നു, കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടു. വേഗം പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ചു. ഇന്നെന്താവും നിങ്ങൾക്ക് രാവിലെ തന്നെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അതെ, പുട്ടും കടലയും തന്നെയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ഇത് സത്യം പറയാലോ, ഇതൊക്കെ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് അമ്മേൻ്റെ ഫുഡ് നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഇവിടുന്ന് എൻ്റെ കുക്കിംഗ് അല്ലേ, അതുകൊണ്ട് അതിൻ്റെ കാര്യം ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യം ഉണ്ടാവില്ല. കാരണം ഒരു തട്ടിക്കൂട്ട് കുക്കിംഗ് ആണ്. എനിക്ക് വലിയ ഐഡിയ ഒന്നുമില്ല കേട്ടോ. എന്നാലും കുഴപ്പമില്ല, വലിയ കുഴപ്പമില്ലാണ്ട് ഒപ്പിച്ച് പോവാം. എന്നാലും നമ്മുടെ അമ്മ ഉണ്ടാക്കുന്ന അത്ര ആ ഒരു രുചി നമുക്ക് കിട്ടില്ലല്ലോ. സത്യം പറഞ്ഞാൽ ഇതൊക്കെ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിച്ച വീഡിയോ ആണ് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിപ്പോയി. അതുകൊണ്ട് എനിക്കിതൊന്നും എഡിറ്റ് ചെയ്ത് ഇടാൻ സമയം കിട്ടിയില്ല. അതാണ് ഇത്രയും ലേറ്റായത്. പിന്നെ നമ്മുടെ കൃഷി അച്ഛനെ കണ്ട വീടില്ല. അതുകൊണ്ട് രാവിലെ തന്നെ അച്ഛനും മോനും സർക്കിട്ടിന് പോയതാണ് കേട്ടോ. പിന്നെ ഞാൻ വേഗം കുറച്ച് തുണികളൊക്കെ അലക്കിയിടാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് വാഷിംഗ് മെഷീനിലിട്ടു. പിന്നെ അവിടെയൊക്കെ ഒന്ന് എടുത്ത് വെച്ച് അടിച്ച് വരാമെന്ന് വിചാരിച്ചു. കണ്ടില്ലേ, നമ്മുടെ 3 പെട്ടി ഇതാ അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ വരുന്നതിൻ്റെ തലേ ദിവസം എടുത്ത വീഡിയോ ആണ് കേട്ടോ. ഞാൻ ബഹ്റിനിലേക്ക് വരുന്നതിൻ്റെ തലേ ദിവസം എടുത്തു വെച്ചതാണ്. വീഡിയോസൊക്കെ ഇങ്ങനെ ഡിലേ ആവുന്നതിന് ഞാൻ എല്ലാവരോടും ക്ഷമ ചോദിക്കുകയാണ് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഒറ്റയ്ക്കാണ്. പിന്നെ നമ്മുടെ കൃഷ് ബേബി ഉണ്ട്. അപ്പോൾ അതിൻ്റേതായ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെന്താണെന്നൊക്കെ ഞാൻ എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയാം. പിന്നെ അമ്മ ഇന്ന് ഞങ്ങളിവിടെ സാമ്പാറാണ്. ഞങ്ങൾ അധികം ഇങ്ങനെ കച്ചട്ടിയിലാണ് കേട്ടോ സാമ്പാർ ഉണ്ടാക്കുക, അതും വിറകടുപ്പിൽ. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ഉണ്ടാക്കാമെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. നിങ്ങളിങ്ങനെ കച്ചട്ടിയിൽ സാമ്പാർ ഉണ്ടാക്കാറുണ്ടോ, വിറകടുപ്പ് ഇപ്പോഴും യൂസ് ചെയ്യാറുണ്ടോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ ഞാൻ വേഗം കൃഷുവിൻ്റെ ഫുഡാക്കി, പിന്നെ അവനെ കുളിപ്പിക്കാനുള്ള വെള്ളമൊക്കെ ചൂടാക്കി. അപ്പോൾ നമ്മുടെ കൃഷ് ബേബി ഇവിടെ റെഡിയായി നിൽക്കുന്നുണ്ട് കുളിക്കാൻ പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ കുളിയൊക്കെ കഴിഞ്ഞ് എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവനെ ഫുഡ് കൊടുത്തിട്ട് വേഗം ഉറക്കണം, അതാണ് അടുത്ത പരിപാടി. അങ്ങനെ കൃഷുവിന് ഫുഡ് കൊടുത്ത് ഉറക്കുകയൊക്കെ ചെയ്തിട്ട് കുറച്ച് അമൃതം ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ വെറുതെ വേസ്റ്റ് ആക്കുന്ന എന്തിനാന്ന് വിചാരിച്ച് ആ ബാക്കിയുള്ളത് ഞാനെടുത്ത് കുടിച്ചു കേട്ടോ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പണ്ട് മുതലേ കൃഷി ഉണ്ടാകുന്നതിൻ്റെ മുന്നേ തന്നെ ഞാനിങ്ങനെ അമൃതം എനിക്ക് കിട്ടുന്ന സമയത്തൊക്കെ ഞാൻ കുടിക്കാറുണ്ട് കേട്ടോ, അമൃതം പൊടി. പിന്നെ നമുക്ക് കുറച്ച് വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യാനുള്ള സമയമാണിത്. ആ സമയത്ത് ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയതാണ് കേട്ടോ അത്. പിന്നെ ഉച്ചയ്ക്ക് സാമ്പാറും മീൻ പൊരിച്ചത് ഉണ്ടായിരുന്നു, പച്ചടി ഉണ്ടായിരുന്നു. അമ്മേൻ്റെ ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അമ്മേൻ്റെ ചേച്ചിയാണ് അവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ പോകുന്നത് കൊണ്ട് ഞങ്ങളെ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടായിരുന്നു ഇന്ന് ഇവിടെ. ഞാൻ മുമ്പ് ഉള്ളൊരു വീഡിയോയിൽ പറഞ്ഞതുപോലെ
ഈ ചോറൊന്നും ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ. കുറച്ച് കഴിച്ച് ബാക്കി അങ്ങനെ കൊണ്ടുപോയി കളയുകയാണ് ചെയ്തത്. ഞാൻ പറഞ്ഞിട്ടില്ലേ, എനിക്കൊന്നും കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഈ ഒരു ദിവസങ്ങളിൽ. ഫുൾ ഒരു സങ്കടം, പിന്നെ ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ദിവസങ്ങളായിരുന്നു ഇത്. പിന്നെ ഇത് അമ്മേൻ്റെ ചേച്ചി പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അമ്മയും പേരാമ്പ്ര പോകാൻ വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ. ആ സമയത്ത് കൃഷു അവരെ വിളിച്ചു കൊണ്ടുപോയി നിപ്പിച്ചതാണ് അവിടെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. എന്താണെന്നറിയില്ല, എല്ലാവരും വരുമ്പോൾ ഇങ്ങനെ ആരെങ്കിലുമൊക്കെ വരുമ്പോൾ ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി നിൽക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് ആൾ മുമ്പിൽ ഇറങ്ങിയിട്ട് വാ ഇവിടെ നിൽക്ക് ഫോട്ടോ എടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് എടുത്തതാണ് കേട്ടോ അത്. അപ്പോൾ ഞങ്ങൾ ബഹ്റൈനിലേക്ക് വരുന്നതിൻ്റെ മുന്നേ ഞാൻ നാട്ടിൽ നിന്ന് എടുത്ത് വെച്ച ഒരു കുഞ്ഞു ഡേ ഇൻ മൈ ലൈഫ് പോലെ, അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ഉള്ളൊരു വീഡിയോ ആയിരുന്നു ഇത്. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഞങ്ങളിപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന പോലെ തന്നെ മുന്നോട്ട് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ പെൻഡിങ് വീഡിയോസൊക്കെ ഞാൻ പെട്ടെന്ന് തന്നെ എഡിറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം. അതുവരേക്കും ടാറ്റാ.